കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന ഈ ഇടയ്ക്ക് ഒരു ഫേമസ് ആയിട്ടുള്ള പൊന്നാങ്കണ്ണി ചീരയല്ലേ, അതുകൊണ്ടുള്ള നല്ലൊരു അടിപൊളി തോരനാണ് കേട്ടോ. അടിപൊളി എന്ന് പറഞ്ഞാൽ സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള തോരനാണ്. അപ്പോൾ അത് ഇക്കടെ വീട്ടിൽ ഉമ്മ ഉണ്ടാക്കിയ ചീരയാണ് കേട്ടോ. ആ ഫ്രിഡ്ജിൻ്റെ ഒരു പച്ചക്കറി വയ്ക്കുന്ന പഴയ ഫ്രിഡ്ജിൻ്റെ ആ ബോക്സിൽ അതിലുണ്ടാക്കിയതാണ് കേട്ടോ. സൂപ്പർ ചീരയാണ്. അപ്പോൾ അതാ ഇത്രയും കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് ഒരു ചെറിയൊരു തൈ വെച്ചിട്ട് ഉമ്മ ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം കുറച്ച് ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഉമ്മ ഇടയ്ക്ക് നുള്ളാറുണ്ട്. അപ്പോൾ അതായത് ഇതിലെ പൂവ് നമുക്കൊന്ന് കളഞ്ഞെടുക്കണം കേട്ടോ. കാഴ്ചശക്തിക്ക് വളരെ നല്ലതാണ് ഈ ചീര കഴിക്കുന്നത്. കാഴ്ചശക്തിക്ക് മാത്രമല്ല, വയറ്റിലെ പുണ്ണൊക്കെ വേറെ എല്ലാ അസുഖങ്ങളും മാറാനും ഒരുപാട് നല്ലതാണ് കേട്ടോ. അപ്പോൾ അതാ നമുക്ക് ഇതൊന്ന് പൂവൊക്കെ നുള്ളി എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. കാരണം മണ്ണൊക്കെ ഉണ്ടാവും. നന്നായിട്ടൊന്ന് 2-3-4 വട്ടം തന്നെ കഴുകി വെള്ളം തോരാൻ ഓട്ടപാത്രത്തിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഞാൻ അതിൻ്റെ കൂടെ എടുക്കുന്നത് ചക്കക്കുരുവാണ്. ചക്കക്കുരു അതേപോലെ ഒരുപാട് ഗുണങ്ങളുണ്ടെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി കഴുകി എടുക്കണം. ഈ മേലിലുള്ള തൊലി മാത്രം കളഞ്ഞാൽ മതി കേട്ടോ. അടിയിലുള്ള ആ ബ്രൗൺ കളർ കളയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത്രയും ഇല്ലെങ്കിലും കുഴപ്പമില്ല, കുറച്ചെടുത്താൽ മതി. അപ്പോൾ കുറച്ചല്ലേ ചീര ഉണ്ടാവുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും എടുത്തത്. അപ്പോൾ അതൊക്കെ അരിഞ്ഞ് കുനുകുനാന്ന് അരിഞ്ഞെടുത്തിട്ട് നല്ല ഒരു ചെറിയൊരു പീസാക്കിയിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടെടുത്തിട്ടുണ്ട്. കുറച്ച് അല്പം വെള്ളം ഞാൻ ഒഴിച്ചെടുത്തിട്ടുള്ളൂ. ഒരുപാട് വെള്ളം ചേർക്കരുത്, കാരണം നമുക്ക് വെള്ളമില്ലാതെ ആവശ്യമാണ്. അപ്പോൾ അത് അതിന് വേവാൻ ആവശ്യമുള്ള വെള്ളവും ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് വേവിക്കാൻ പോവുകയാണ്. അപ്പോൾ അതാ ഞാൻ കണ്ടില്ല, ആ ഒരു ബ്രൗൺ കളറ് ഞാൻ കളഞ്ഞിട്ടില്ല കേട്ടോ. ആദ്യമൊക്കെ ഞങ്ങൾ ഇതിൻ്റെ ബ്രൗൺ കളർ ഇതേപോലെ അത് ചെത്തിയിട്ട് കളഞ്ഞായിരുന്നു, നമ്മൾ വരണ്ടി കളഞ്ഞായിരുന്നു. ഇപ്പോൾ അത് കളയുന്നില്ല, കാരണം ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ടെന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ അത് അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് വേവിക്കുക. ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും. ചെറുതായിട്ട് അരിഞ്ഞുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ അത് അവിടെ വെന്ത് കിടക്കുന്നുണ്ട്. നല്ല സോഫ്റ്റായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെള്ളമൊക്കെ പാകത്തിൽ ഇതേപോലെ തന്നെ ആവണം കേട്ടോ. വെള്ളം ആവാൻ പാടില്ല. ഇതേപോലെ കറക്റ്റ് പരുവത്തിലാക്കുക. അപ്പോൾ ഇനി ഇത് അതിനുള്ള അരപ്പൊന്ന് തയ്യാറാക്കാം കേട്ടോ. അതൊന്നും ചതച്ചിട്ട് വരണം. അപ്പോൾ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിനൊരിത്തിരി മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ 2 ചുവന്നുള്ളി, വെളുത്തുള്ളി, പിന്നെ 2 പച്ചമുളകും. അപ്പോൾ കുട്ടികൾക്ക് കൊടുക്കുന്നതുകൊണ്ട് ഞാൻ 2 പച്ചമുളക് എടുത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് എടുക്കുക കേട്ടോ. അതൊന്ന് നന്നായിട്ട് ചതച്ചെടുക്കുക. അപ്പോൾ അത് നമ്മുടെ ചീര നമ്മൾ ഒട്ടപാത്രത്തിൽ വെച്ച് വെള്ളമൊക്കെ പോയി അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ചിലവർക്ക് എങ്ങനെയാണ് അറിയാമെന്ന് കുറച്ച് സംശയം ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ നമ്മൾ സാധാ ചീര അരിയുന്ന പോലെ തന്നെ ഇതിൻ്റെ തണ്ട് കളയേണ്ട ആവശ്യമില്ല. ഇതേപോലെ എല്ലാം കൂടി ഒന്ന് പിരിച്ചെടുത്തിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് അരിഞ്ഞു കൊടുക്കുക. നല്ല നൈസായിട്ട് അരിയേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, കാരണം ഇത് ചെറിയ ഇലയാണല്ലോ. അപ്പോൾ അത്ര നൈസായിട്ട് അരിയേണ്ട ആവശ്യമൊന്നുമില്ല. ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് അരിഞ്ഞു കൊടുക്കുക. അപ്പോൾ ഈ ഇല ഇത്രയും അരിഞ്ഞെടുക്കുമ്പോൾ നമുക്ക് കുറച്ചേ കിട്ടുള്ളൂ കേട്ടോ. ഞാൻ കാണിച്ചു തരാം, കുറച്ചേ ഉണ്ടാവുള്ളൂ. പക്ഷെ നമ്മൾ ചക്കക്കുരു കൂടി ചേർക്കുമ്പോൾ ഒരടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങളിങ്ങനെ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ചക്കക്കുരു ഇട്ടാണെങ്കിൽ എടുത്ത് വെച്ചിട്ട് ഇതേപോലെ ചീര മറ്റെന്ത് ചീരയാണെങ്കിലും ചെയ്ത് നോക്കി നോക്കൂട്ടോ. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ അതാ നമ്മുടെ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഒരു ലൈക്ക് ഇട്ട ശേഷം വീഡിയോ കണ്ടു തുടങ്ങുക. പിന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാനും ശ്രമിക്കണം കേട്ടോ, എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് അറിയണ്ടേ. അപ്പോൾ അതാ ഞാൻ ചട്ടി ചൂടായിട്ട് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായി ചൂടായി വന്നു. അപ്പോൾ കടുക് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി 2 വറ്റൽമുളക് ചേർത്ത് കൊടുക്കുക. സിമ്മിലിട്ട ശേഷം ലോ ഫ്ലെയിമിലിട്ട ശേഷം നമ്മൾ ചതച്ച് വെച്ച അരപ്പില്ലേ അത് ചേർത്ത് കൊടുക്കുക. സാധാരണ നമ്മൾ തോരന് ചതിക്കുന്ന പോലെ തന്നെ ഒരുപാട് അരിഞ്ഞു പോകരുത്, വെള്ളം ചേർക്കാതെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കുക. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ വെള്ളമൊന്നും ചേർക്കാത്ത തേങ്ങ മാത്രമല്ല ഇട്ടിരിക്കുന്നത്, അതുകൊണ്ട് നമ്മൾ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം, കാരണം അടി പിടിക്കും. പിന്നെ ഇതേപോലത്തെ ചട്ടിയും കൂടി ആയതുകൊണ്ട് പെട്ടെന്ന് അടി പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളെന്ന് ഇളക്കി കൊടുക്കുക. തീ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതൊന്ന് നന്നായിട്ട് മൂപ്പിച്ച് വന്നിട്ടുണ്ട്. കുറേ നേരം മൂപ്പിക്കൊന്നും വേണ്ട കേട്ടോ, ഒന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുത്താൽ മതി. അപ്പോൾ ഇനി നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ച ചീര ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ചീര ചേർത്തിട്ട് നമ്മൾ വെള്ളമൊന്നും ഒഴിക്കാതെയാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ തീ ഇപ്പോഴും നമ്മൾ ലോ ഫ്ലെയിമിൽ തന്നെ ഇടുക കേട്ടോ. ഹൈ ഫ്ലെയിമിലോ മീഡിയം ഫ്ലെയിമിലോ ഇടരുത്. തീ കുറച്ച് വെക്കുക, കാരണം നമ്മൾ തേങ്ങ ആയതുകൊണ്ട് പെട്ടെന്ന് അടി പിടിക്കും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ തേങ്ങ ചേർത്തിട്ട് തന്നെ വെക്കാൻ നോക്കുക. തേങ്ങ ചേർത്തുമ്പോഴാണ് അടിപൊളി ടേസ്റ്റ്. വെറുതെ വെക്കുന്നതിനേക്കാളും ഇത് തോരൻ വയ്ക്കുന്നതാണ് ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെ നിങ്ങൾ വെക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കിയതിന് ശേഷം കുറച്ച് ഉപ്പ് കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ഒരല്പം മാത്രം ചേർത്ത് കൊടുക്കുക, കാരണം നമ്മൾ ചക്കക്കുരുവിൽ ഉപ്പ് കൂട്ടിയിട്ടാണ് വേവിച്ചിരിക്കുന്നത്. പിന്നെ ഈ ഇല കണ്ടിട്ട് ആരും ഉപ്പ് അധികം ചേർത്ത് കൊടുക്കരുത്, കാരണം ഇത് നന്നായിട്ട് ചുരുങ്ങി ചെറുതായി പോവും, ചുങ്ങി പോവും. അപ്പോൾ കുറച്ച് മാത്രം ഉപ്പ് ചേർക്കാം. നമുക്ക് പിന്നെ ആവശ്യമുണ്ടെങ്കിൽ
ഉപ്പ് ചേർക്കാമല്ലോ. ഉപ്പ് കൂടിപ്പോയാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കറക്റ്റ് ഒരിത്തിരി ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമ്മളൊന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കുക കേട്ടോ. അടച്ച് വെച്ചിട്ട് നമ്മൾ അതേ പാട്ടിൽ വേറെ എവിടേക്കും പോകരുത്. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം തുറന്നിട്ട്. കാരണം വെള്ളം ഒഴിക്കാതെ വേവിക്കുകയാണ്. അപ്പോൾ കണ്ടില്ലേ, ഇതേപോലെ നടുവ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ, അല്ലെങ്കിൽ അടി പിടിക്കും. അപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി വെക്കുക. ഇപ്പം തന്നെ നന്നായിട്ട് ചുരുങ്ങി വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ തോരൻ. അപ്പോൾ അത് ഇലയൊക്കെ നന്നായിട്ട് ചുങ്ങി വന്നിട്ടുണ്ട്. ഇപ്പോൾ എത്രയേ ഉള്ളൂ എന്നറിയോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ ഇല വെന്തതിന് ശേഷം നമ്മളത് ആ ചക്കക്കുരു ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ, വേവിച്ച് വെച്ചത്. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇത് 2 മിനിറ്റ് കൊണ്ട് തന്നെ ഈ ഇല ഒന്ന് വെന്ത് കിട്ടും കേട്ടോ. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി, അടി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. പെട്ടെന്ന് വെന്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ അത് ഈ ചക്കക്കുരുവും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി എല്ലാവിടെയും ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ ഈ ചീര വെക്കുമ്പോൾ ചക്കക്കുരു ഇട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ കുറച്ചുള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ചക്കക്കുരു ചേർത്തത്. നിങ്ങൾക്ക് ചക്കക്കുരു ഇല്ലയെന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. ചക്കക്കുരും കൂടി ഇടുമ്പോൾ ഒരു അടിപൊളി ടേസ്റ്റാണെന്ന് മാത്രം. നമുക്ക് തോനെ ഒരു ഉപ്പേരിയായിട്ട് കഴിക്കുകയും ചെയ്യാമെന്ന് മാത്രം. അപ്പോൾ ചക്കക്കുരു ഇല്ലെങ്കിലും ആ ചീര മാത്രം ഒരുപാട് കിട്ടുകയാണെങ്കിൽ അങ്ങനെയും വെക്കാം കേട്ടോ. ഇനി ഒന്ന് ചെറുതായിട്ടൊന്ന് അടച്ച് വെച്ചിട്ട് നമ്മൾ 1 സെക്കൻഡ് ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. ഇപ്പോഴും തീ കുറച്ച് മാത്രം വെക്കുക. ലോ ഫ്ലെയിമിലിട്ടിട്ട് വെച്ചിട്ട് ഈ ഒരു അരപ്പ് അതിലൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്, ചക്കക്കുരുവിലും കൂടി പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് കേട്ടോ. നമുക്ക് കുറച്ച് ഇല മാത്രം കിട്ടുകയാണെങ്കിൽ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ഇതേപോലെ ചെയ്യുമ്പോൾ നമുക്ക് ഒരു കുടുംബത്തിന് 2 നേരം കഴിക്കാനുള്ള ഒരു തോരൻ റെഡിയാക്കി കിട്ടും കേട്ടോ. അപ്പോൾ ഈ ചീര മാത്രമല്ല, വേറെ ചീര ആണെങ്കിലും ഇതേപോലെ ചെയ്ത് നോക്കി നോക്കൂ കേട്ടോ. ചക്കക്കുരു ഉണ്ടെങ്കിൽ എടുത്ത് വെച്ചിട്ട് ഇതേപോലെ നമ്മൾ ഈ തപസി മുരിങ്ങ ഷുഗർ ചീര എന്നൊക്കെ പറയുമല്ലോ, അത് ഇതേപോലെ ഉപ്പേരി വെക്കാം കേട്ടോ, ചക്കക്കുരു ഇട്ടിട്ട്. അപ്പോൾ നമുക്ക് ഒരു ഇല കുറവുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ആയിട്ട് തോന്നും. അപ്പോൾ അത് അടിപൊളി ചീരതാ റെഡി ആയിട്ടുണ്ട് തോരൻ. ചീരത്തോരൻ, പൊന്നാങ്കണ്ണി ചീരത്തോരൻ. അപ്പോൾ പൊന്നാങ്കണ്ണി എന്ന് പേര് പോലെ തന്നെ പൊന്നാണ് ഇത്. കാരണം കണ്ണിന് വളരെ വൈറ്റമിൻ എ ആണ് ഇതിൽ കൂടുതലുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കണ്ണിന് കാഴ്ചശക്തിക്ക് വളരെ നല്ലൊരു ഇലയാണ് കേട്ടോ. അപ്പോൾ ഇത് പച്ചയ്ക്കും കഴിക്കാമെന്ന് പറയുന്നുണ്ട്. അധികവും നമ്മൾ പച്ചയ്ക്ക് കഴിക്കാൻ കുറവാണല്ലോ, അങ്ങനെ കഴിക്കാൻ നമുക്ക് ഇഷ്ടപ്പെടില്ല. ഇതേപോലെ തോരനൊക്കെ വെച്ച് കഴിച്ച് നോക്കൂ കേട്ടോ. എവിടെയെങ്കിലും ഈ ചീര കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു തണ്ട് കൊടുന്ന് വെച്ചാൽ മതി കേട്ടോ. പെട്ടെന്ന് തന്നെ നന്നായിട്ട് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്താൽ പെട്ടെന്ന് ഈ ചീര വളർത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതേപോലെ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.